ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ ഒരു പുതിയ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ ഒരുപാട് വഴക്ക് പറയുകയാണ് വിക്രമിന് നല്ല ദേഷ്യപ്പെട്ട് തന്നെ വിക്രം വേദയെ അവിടെ നിന്ന് ആട്ടി ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, വേദ ഒരിക്കലും എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല എന്നിങ്ങനെ വിക്രം വേദയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചാണ് നിങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്നത്, എന്നിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് മതിയായി എന്നിങ്ങനെ വേദ പറയുമ്പോഴേക്കും, അതെ, നിന്നെ ഒരിക്കലും ഭാര്യയായി കാണാൻ എനിക്ക് പറ്റില്ല, ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞ് വിക്രം അവളെ ഇറക്കി വിടുകയാണ് കേട്ടോ. ഇതേസമയം കമലാമ്മയും ശ്രീജയും ഒക്കെ വിക്രമിനോട് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിക്രം കാര്യമാക്കുന്നതേയില്ല. രണ്ടും കൽപ്പിച്ച് തന്നെ വിക്രം വേദയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇതൊക്കെ ഒരുപാട് സഹിച്ച് വേദ പിടിച്ചു നിന്നെങ്കിലും ഇത്തവണ വേദ അതൊന്നും കൂട്ടാക്കാതെ വീട് വിട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതറിഞ്ഞ് വേദയുടെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് വേദയുടെ വിവാഹം മറ്റൊരാളുമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിക്രം തന്നെ ഇറക്കിവിട്ട വാശിക്ക് വേദ ആ വിവാഹത്തിനും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. വേദയുടെ വിവാഹമാണെന്നറിഞ്ഞ് വിക്രം മണ്ഡപത്തിലേക്ക് ഓടിക്കയറുകയാണ്. മറ്റൊരാൾ വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വിക്രം കല്യാണം തടയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും, ഇവൻ ഈ താലി കെട്ടാൻ പോകുന്നത് എൻ്റെ ഭാര്യയുടെ കഴുത്തിലാണ്, മണ്ഡപത്തിൽ ഇരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്, ഈ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല, ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഇരിക്കുമ്പോൾ എങ്ങനെ രണ്ടാമത് മറ്റൊരു താലി കെട്ടാൻ പറ്റുമെന്നൊക്കെ വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ സ്വന്തം കഴുത്തിലേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ വിവാഹത്തിന് ഒരുങ്ങി വീട്ടുകാരുടെയും ശ്രീകാന്തിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ആഗ്രഹപ്രകാരം സമ്മതം മൂളി വേദ വന്ന് വിവാഹ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും വിക്രം കെട്ടിയ അവളുടെ ആ മഞ്ഞ ചരടി ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് കെട്ടിയ ആ മഞ്ഞ ചരട് വേദ എന്താണെങ്കിലും കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ടില്ല. എന്നാൽ മറ്റൊരു വിവാഹത്തിന് സമ്മതം മൂളി വേദ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും വിക്രം ചോദിക്കുന്നുണ്ട്, ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ട്, പിന്നെ നിനക്ക് എങ്ങനെ മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റും? നിനക്ക് അവൾ ഭാര്യയല്ലല്ലോ, ഇനി അവളെ വേണ്ട എന്ന് പറഞ്ഞല്ലേടാ നീ ഇറക്കി വിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിക്രമിൻ്റെ നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയുടെ അച്ഛനും വന്ന് പറയുന്നുണ്ട്, അവള് ഭാര്യയല്ല, നിനക്ക് അവളെ വേണ്ട എന്നും പറഞ്ഞ് നീ അവളെ ആട്ടി ഇറക്കിയതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്? അവള് ഭാര്യയാണെന്നുള്ള ഓർമ്മ നിനക്ക് ഈ നിമിഷമാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഏട്ടൻ വന്ന് അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും മര്യാദയ്ക്ക് പുറത്തു പോടാ ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും, അതെ അത് ശരിയാണ്, ഞാൻ ഇവളെ ഇറക്കി വിട്ടു, അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് വേദിയെ നോക്കിയിട്ട്. എന്ന് പറഞ്ഞ് ഇവളെൻ്റെ ഭാര്യ അല്ലാതാവുമോ? അല്ലെങ്കിൽ ഇവള് പറയട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം, ഞാൻ അവളുടെ ഭർത്താവല്ല, ഈ താലിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ആ താലി വേദ തന്നെ പൊട്ടിച്ചു തന്നാൽ, എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അതുമായി തിരിച്ചു പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ നീ തന്നെ പറയടി, ഞാൻ നിന്റെ ഭർത്താവല്ലെന്ന്. ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പോയേക്കാമെന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അത്രയല്ലേ വേണ്ടു, എൻ്റെ അനിയത്തി ഇപ്പോൾ തന്നെ പറയും നീ അവളുടെ ഭർത്താവല്ലെന്ന്. വേദ പറ മോളെ, അവൻ നിന്റെ ഭർത്താവല്ലെന്ന് പറ മോളെ എന്നിങ്ങനെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടുകൊണ്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതേസമയം ശ്രീകാന്ത് വിക്രമിനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നാൽ വിക്രം ഇങ്ങനെ വേദയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. വേദ അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വേദ. അപ്പോഴേക്കും ശ്രീകാന്ത് വന്ന് പറയുന്നുണ്ട്, വേദ നീ സമ്മതം മൂളിയിട്ടാണ് നിനക്ക് ഞങ്ങൾ കല്യാണം ഫിക്സ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നീ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് അച്ഛനാണ്. അച്ഛൻ പിന്നെ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഇവൻ നിന്റെ ഭർത്താവല്ലെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നീ പറയണം എന്നിങ്ങനെ ശ്രീകാന്ത് പറയുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഭാര്യയും വന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തു പറയണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വേദ. നീ എന്നെ വിട്ടു പോവുകയാണോടി? നീ പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, ഞാൻ ശരിക്കും മരിച്ചു പോകും. വായി തുറന്നു പറയടി, ഞാനാണ് നിന്റെ ഭർത്താവ് എന്ന് പറയാൻ. ഞാൻ ചെയ്തത് എല്ലാം തെറ്റ് തന്നെയാണ്. നിന്നെ വേണ്ട എന്ന് പറഞ്ഞത് ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അതാണ്.
ദയവ് ചെയ്ത് അതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തരരുത്. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല വേദ എന്ന് പറഞ്ഞിങ്ങനെ വിക്രം പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വിക്രം വീണ്ടും പറയുകയാണ്, നീ ഉണ്ടായിരുന്ന സമയത്ത് നിന്നെക്കുറിച്ച് എനിക്ക് ഒന്നും തോന്നിയില്ല. എന്നാൽ നീ വീട് വിട്ട് ഇറങ്ങി ആ നിമിഷം മുതൽ നീ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ എൻ്റെ ജീവനാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു വേദ. പ്ലീസ് വേദ, നീ ഒന്ന് വാ തുറന്നു പറ. നീ ആ താലി പൊട്ടിച്ച് തന്നാൽ നിനക്ക് എന്നെ വേണ്ടെന്ന് നീ നിന്റെ വായും കൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നിങ്ങനെ വിക്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേദ, നീ ഇവന്റെ വാക്ക് കേൾക്കരുത്. നിന്നോട് ഒരു ദയവും ഇല്ലാതെ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് വീണ്ടും ഇവന്റെ കൂടെ പോയാൽ ഇവൻ നിന്നെ വീണ്ടും ഇറക്കി വിടയില്ല എന്ന് എന്തോ ഉറപ്പ്? ദേവി ഇത് അവനെ വിശ്വസിക്കല്ലേ. അവൻ്റെ താലി ഊരി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും മോളെ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നോട് ക്ഷമിക്കു വേദ, ഇത്രയും പേരുടെ മുന്നിൽ വിളിച്ച് ഞാൻ പറയുകയാണ്, ചെയ്തതിനെല്ലാം എന്നോട് മാപ്പാക്കണം. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മനസ്സ് മൊത്തം നീ മാത്രമാണ് വേദ. എൻ്റെ രക്തവും ജീവനും എല്ലാം നീയാണ്. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിതം ഉണ്ടാവില്ല. നീ മറ്റൊരുത്തൻ്റെ ഭാര്യയാവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. പ്ലീസ് വേദ, എന്നെ ഒന്ന് വിശ്വസിക്കടി. ഞാൻ നിന്റെ ഭർത്താവാണ്. അതെല്ലാവരോടും വായി തുറന്ന് ഒന്ന് പറയടി. ഞാൻ തെറ്റ് ചെയ്തത് സമ്മതിച്ചു. എൻ്റെ കല്യാണം രാധയുമായി ഉറപ്പിച്ചിരിക്കുവാണ്. എനിക്ക് അവളെയും ഇഷ്ടമല്ല. ഇപ്പോൾ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നീ ഇറങ്ങിപ്പോയ ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിപ്പോൾ എനിക്ക് മനസ്സിലായി വേദ. ഞാൻ അവളെയല്ല, നിന്നെയാണ് സ്നേഹിക്കുന്നത്. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണ് വിക്രം. ഈ അമ്പലത്തിലെ ദൈവങ്ങളെ സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യാണ്, എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമാണ് എന്നിങ്ങനെ സത്യം ചെയ്യാണ് കേട്ടോ വിക്രം. അവളൊന്നും പറയില്ലടാ. നീ വെറുതെ അവൾക്ക് മുന്നിൽ കിടന്ന് നാടകം കാണിക്കണ്ട. നീ അതോ അവളുടെ വായിൽ നിന്ന് കിട്ടുമെന്നോർത്ത് നീ കാത്തിരിക്കേണ്ട. ഇപ്പോൾ നിന്നെ ഇഷ്ടമല്ല. നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. എന്നിട്ടേ നീ ആ ഓട്ടോക്കാരിയെ കല്യാണം ചെയ്ത് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ അവളെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. ഇല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലേ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ സമാധാനപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരേണ്ടത് വീട്ടുകാരാണ്. അല്ലാതെ നാണമില്ലാതെ വേറെ ഒരു കല്യാണം കഴിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതെൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം. ഏട്ടൻ ഇടപെടേണ്ട. എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കും. അവസാനമായി വേദ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ പാപങ്ങളൊക്കെ മറന്ന് നീ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ വരില്ലേ? ഞാനാ വിളിക്കുന്നത്. നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ. അപ്പോൾ ഞാൻ വിളിച്ച നീ എൻ്റെ കൂടെ വരില്ലേ? എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടി നിൽക്കുകയാണ്. നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിങ്ങനെ വിക്രം കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അത് കണ്ട് വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിക്രമിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അച്ഛനും ഏട്ടനും ഒക്കെ എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം എൻ്റെ ഭർത്താവാണെന്ന വിശ്വാസത്തിലാണ് ഈ താലി ഞാൻ ഇപ്പോഴും കഴുത്തിലിട്ടിരിക്കുന്നത്. ഇപ്പോഴും വിക്രം തന്നെയാണ് എൻ്റെ ഭർത്താവ്. ഞാൻ അവൻ്റെ കൂടെ അല്ലാതെ മറ്റാരുടെ കൂടെയും ജീവിക്കില്ല. അവനിൽ നിന്ന് ആർക്കും എന്നെ പിരിക്കാനും പറ്റില്ല. അങ്ങനെ വേദ പറഞ്ഞത് കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. അത് കേട്ട് വിക്രം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. വേദ കല്യാണ ചെറുക്കനിട്ട് പൂമാല വലിച്ചെറിഞ്ഞ് വിക്രമിൻ്റെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട്. അതിനുശേഷം വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ വേദ. താങ്ക് യു ഫോർ വാച്ചിങ്.